എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തങ്കലാൻ റിലീസായി. വളരെ നാളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വിക്രമിന്റെ ഒരു വെറൈറ്റി റോൾ, ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു റോളോട് കൂടിയ തങ്കലാൻ സിനിമ പാരഞ്ജിത്തിന്റെ സംവിധാനത്തിൽ റിലീസായി. അപ്പോ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് മൊത്തത്തിൽ കാണാൻ പറ്റും. ഒരിക്കലും നമുക്ക് രണ്ട് കാലഘട്ടത്തെ കഥയോ അങ്ങനെയൊന്നുമല്ല. ഇതുവരെ ഒരു നടന്റെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ അടുത്ത കാലത്ത് എങ്ങും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സിനിമ തങ്കലാൻ റിലീസായി. നമ്മളെ മാസ് ഓഡിയൻസിന് ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമയല്ല എന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ എനിക്ക് എന്തോ ട്രെയിലറിനോട് വല്ലാത്തൊരു താല്പര്യം തോന്നി. ഞാൻ കാണാൻ പോയി. എന്തായിരിക്കും ഇങ്ങനെ ഒരു ഫുൾ എല്ലാ ആളുകളും ഈ ഒരു ഗെറ്റപ്പിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ 2.5 മണിക്കൂർ സിനിമ ഉണ്ടാക്കുന്നത്, അതിൽ എന്തായിരിക്കും പ്രത്യേകിച്ചുള്ളത് എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ആ ക്ലാസിക് മേക്കിംഗ് ഒക്കെ കണ്ട് ട്രെയിലർ കണ്ട് ഇംപ്രസ് ആയി ഞാൻ കാണാൻ പോയി. കണ്ടു. എന്റെ അഭിപ്രായം ഞാൻ പറയാം. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ തങ്കലാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫിലിം എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് എല്ലാ തരത്തിലും അത് നമ്മളുടെ തലയ്ക്കകത്ത് ദഹിക്കുന്നതിനപ്പുറം അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. എനിക്കതിലെ മേക്കിംഗ്, അത് ടെക്നിക്കൽ ആസ്പെക്ട്സ്, മേക്കിംഗ്, പെർഫോമൻസ് എന്ത് നോക്കിയാലും ടോപ്പ് ലെവലാണ്. എന്ന് വെച്ചാൽ കിടിലം ആ റേഞ്ചിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഇന്ത്യൻ 2 പോലുള്ള സിനിമകൾ പോലും നമ്മളെ പറ്റിക്കുന്ന ഒരവസ്ഥ വരുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയും മേക്കപ്പ്, കോസ്റ്റ്യൂം ഡിസൈൻ, പിന്നെ ആർട്ട് വർക്ക്, പിന്നെ ക്യാമറ വർക്ക്, BGM, ഇതെല്ലാം പിന്നെ പെർഫോമൻസുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇത്ര കിടിലമായിട്ട് ഒരു സാധനം മെനഞ്ഞെടുത്തതെന്ന് പറയാൻ സമ്മതിച്ചു. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആ സാധനം ചെയ്തെടുത്തതിന് ഞാൻ ഒരു കയ്യടി കൊടുക്കുകയാണ്. കിടിലം. ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചേ പറ്റൂ. ഇനി സിനിമയ്ക്ക് ഡ്രോബാക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ഡ്രോബാക്ക് മലയാളികളായ ഒരു മലയാളി ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്. തമിഴ് എനിക്ക് നല്ലോണം അറിയാം. എങ്കിൽ പോലും അതിലെ ഡയലോഗ്സ് എനിക്ക് ഏതാണ്ടൊരു 10% പോലും പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. തമിഴ് വെർഷനാണ് ഞാൻ കണ്ടത്. അതിൽ 10% പോലും എനിക്ക് അതിലെ തമിഴ് ഡയലോഗ്സ് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അക്കാര്യത്തിൽ ഞാൻ മാത്രമല്ല, എല്ലാവരും തോൽക്കും. മലയാളികളായ പലരും തോൽക്കും. തമിഴർക്ക് തന്നെ അത് എത്രത്തോളം ഗ്രഹിക്കും എന്നുള്ള കാര്യം അറിയില്ല. അത്രയ്ക്ക് തനിമ നിറഞ്ഞ പഴയൊരു ബാക്ക്ഗ്രൗണ്ട്, 1850 സമയത്തെന്തോ നടക്കുന്ന കഥയാണ്. അന്നത്തെ പ്രാചീന തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന നമ്മളെ ഈ മലയാള സിനിമകളിലെ ഫ്രീഡം ഫൈറ്റിന്റെ സമയത്തുള്ള ഈ പ്രാചീനമായ ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ തമിഴിൽ ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു കാലഘട്ടത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തുള്ള ഒരു തമിഴ്നാട്ടുകാരുടെ ജീവിതം, ഒരു 100 വർഷം മുമ്പുള്ള ജീവിതം, അങ്ങനെ ഒരു കാടത്തം നിറഞ്ഞ ഒരു ജീവിതം ഇതാദ്യമായിട്ടാണ് ഒരു സിനിമയിൽ കാണുന്നത് എന്ന് തോന്നുന്നു. അത് ഒരു സൂപ്പർ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒക്കെ വെച്ച് ഒരു ഗ്രാൻഡ് ഫിലിമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിൽ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പടം വേറെ ലെവലാണ്. എന്ന് വെച്ചാൽ കാണേണ്ട പോലെ തന്നെ കാണണം. നല്ല എക്സ്പീരിയൻസ്, നല്ല ഹൈ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ ഒരു കിടിലൻ സൗണ്ട് എഫക്റ്റ് തന്നെ കാണണം. എങ്കിൽ തങ്കലാൻ ഈ അടുത്ത കാലത്ത് വന്ന തമിഴ് സിനിമകളിൽ ഈവൻ ലോകേഷ് കനകരാജ് പോലും ഇതിന്റെ വെട്ടത്ത് വരില്ല എന്നാണ് എന്റെ അഭിപ്രായം. മേക്കിംഗ് ലെവലിൽ ഞെട്ടിച്ചു കളഞ്ഞ ഒരു മേക്കിംഗ് ലെവൽ സാധനമാണ് തങ്കലാൻ. ഈ പറഞ്ഞ പോലെ ഡയലോഗ്സും വലുതായിട്ട് മനസ്സിലായില്ല. കഥാസന്ദർഭങ്ങളും അത്ര ഭയങ്കര ക്ലിയർ ഒന്നും ആയിട്ടില്ല, ശരിയാണ്. പക്ഷെ ബേസിക് കഥ പിടികിട്ടിയിട്ടുണ്ട് സംഭവം. അതിനുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സംഭവം എന്താണ്, കഥ, സാഹചര്യങ്ങൾ, അതൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോ അതുപോട്ടെ. ഇനി പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എടുത്ത് പറയാം. ഞാൻ ടെക്നിക്കൽ പറഞ്ഞു. ഞാൻ ടോപ്പ് ലെവലിൽ നടത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, സിനിമാറ്റോഗ്രാഫി, ക്യാമറ, പിന്നെ അഭിനയത്തിന്റെ കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. എടുത്തു പറയാൻ നമ്മുടെ വിക്രം എത്രയോ നാൾക്ക് ശേഷം പണ്ടത്തെ ആ ഒരു വിക്രമിനെ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു സന്തോഷം. ഇത്രയും നാൾക്ക് ശേഷം, എത്രയോ വർഷത്തിന് ശേഷം നല്ല നല്ല ക്വാളിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടാതിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ പഴയ ലെവലിൽ എത്തിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു വിക്രം, ആ പിതാമഹനിലെ വിക്രമത്തിനെ തിരിച്ചു കിട്ടിയ ഒരു ഫീലായിരുന്നു. വിക്രമിന്റെ ഒന്നും പറയാനില്ല. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് പുള്ളിക്കാരൻ ഇത്രയും അഭിനയിച്ചെടുത്തല്ലോ എന്നുള്ളത് ഒരു സംഭവമാണ്. യാതൊരുവിധ മാസ് ഗെറ്റപ്പോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കോ ഒന്നുമില്ല. അടുത്തടുത്ത് പറയേണ്ടത് നമ്മളെ മലയാളിയായ പാർവതിയുടെ അഭിനയം ഞാൻ പറയുന്നില്ല. ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് 1-2 പേരോട് പറഞ്ഞിരുന്നു തങ്കലാനിൽ പാർവതി ഞെട്ടിക്കുമെന്ന്. ഇതില് അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ഒരു തമിഴ് നടി, ഈവൻ നമ്മൾ അസുരനിൽ മഞ്ജു വാര്യർ എല്ലാരും പോയെത്തുന്നുണ്ട്. അതിന്റെ എത്രയോ ഇരട്ടി കിടിലമായിട്ട് ആര് ചെയ്തിട്ടുണ്ട്, പാർവതി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് കണ്ട് തന്നെ അറിയണം. ഒരു മലയാളി നടിയാണ് അത് ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അതും ഇത്രയും നാള് ഒരു ഗ്യാപ്പ് ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഈ നടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്.
ഉള്ളൊഴുക്കിൽ കണ്ട് ഞെട്ടിയതാണ് ഞാൻ ഒരിക്കൽ. ഇത് അങ്ങനെയല്ല, അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രാചീന തമിഴ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സ്ത്രീയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എടുത്തു പറയാൻ പറ്റുന്ന പെർഫോമൻസ്, ടിപ്പ് സംഭവങ്ങൾ ഒരുപാട് അതിന്റെ അകത്തുണ്ട്. അതൊക്കെ കാണുക. പിന്നെ എല്ലാരും കിടക്കുന്നത് തന്നെയാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് ആർട്ട് വർക്ക്, ബാക്ക്ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നത്, ലൊക്കേഷൻസ്, ക്യാമറ, പിന്നെ ആർട്ട് വർക്ക്, ഗ്രാമം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ മേക്കപ്പാണ്, കോസ്റ്റ്യൂം ഡിസൈനിങ് ആൻഡ് മേക്കപ്പ്. പറയേണ്ട കാര്യമില്ല, ട്രെയിലർ ആണെന്ന് തന്നെ മനസ്സിലാവും. ട്രെയിലറിൽ അങ്ങനെ മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പെർഫോമൻസ് എല്ലാം പറഞ്ഞു. പിന്നെ ക്യാമറ, പിന്നെ ആക്ഷൻ സീക്വൻസസ് കിടിലം, ഒന്നും പറയാനില്ല. ആ സമയത്തുള്ള ക്യാമറയും BGM. പിന്നെ അടുത്തെടുത്ത് പറയേണ്ടത് നമ്മളെ GV പ്രകാശ് കുമാറിന്റെ മ്യൂസിക് ആണ്. GV പ്രകാശ് കുമാർ BGMന്റെ കാര്യത്തിലായാലും പാട്ടിന്റെ കാര്യത്തിലായാലും അടിപൊളി. പുള്ളിക്കാരനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, നൈസായിട്ട് നിന്നുകൊണ്ട് കിടിലം സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി മ്യൂസീഷ്യൻ ആണ് എന്റെ അഭിപ്രായത്തിൽ. കുട്ടിക്കാലം മുതലേ കണ്ടുവരികയാണ്. പുള്ളിക്കാരൻ കിടിലമാണ്. ഇതിൽ തകർത്തിട്ടുണ്ട്. സിനിമയുടെ പാതി ജീവൻ ഇദ്ദേഹത്തിന്റെ മ്യൂസിക് ആണ് എന്ന് തന്നെ പറയാം. നമ്മൾ അനിരുദ്ധൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അത്രയും കാര്യം. ഇനി പടത്തിന്റെ ഒരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞത്, മലയാളികളായ നമുക്ക് ഭയങ്കരമായ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നത്, സിനിമയിലെ ഡയലോഗ്സ് പിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻ ആ പൊന്നിയിൻ സെൽവനിൽ പാടുപെട്ടതിനേക്കാളും എത്രയോ പാടാണ് ഇതിലെ ഡയലോഗ്സ് പിടിച്ചെടുക്കാൻ. കുറ്റമല്ല പറയുന്നത്, ഇതാണ് യഥാർത്ഥ തമിഴ്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ റൂറൽ തമിഴ്, നാടൻ തമിഴ് ഇതാണ്. അതുകൊണ്ട് അതിലൊരു കുറ്റം പറയല്ല, അത് നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് ഒരു സബ് ടൈറ്റിലൂടെ ഇട്ടത് കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു. കുറ്റം പറയുന്നില്ല. മലയാളികൾക്ക് അതൊരു വലിയ ഇതാണ്. ഇവൻ തമിഴർക്ക് പോലും 50% പിടിച്ചെടുക്കാൻ പറ്റൂ എന്നാണ് എന്റെ വിശ്വാസം. ഇനി അത് കഴിഞ്ഞ് ഇത് എടുത്തിരിക്കുന്ന ഒരു കാറ്റഗറി, ഇതൊരു ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പഴയ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ട്രൂ സ്റ്റോറി ഒന്നുമല്ല. കുറച്ച് ഫിക്ഷണൽ എലമെന്റ്സ് കയറ്റിയിട്ടുണ്ട്, ഫാന്റസി കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കയറ്റിയിട്ടുള്ള ഒരു പ്രത്യേകതരം രീതിയിലുള്ള ഒരു കഥ പറച്ചിലാണ്. ഇത് കളർഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം, അല്ലെങ്കിൽ ഡാൻസും പാട്ടും ബഹളവും പിന്നെ നടന്റെ മാസും, ഇതെല്ലാം കണ്ട് ശീലിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു കളർഫുൾ എക്സ്പീരിയൻസ് ആണ് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഈ സിനിമ ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതിന്റെ അത് സിനിമാറ്റിക് എലമെന്റ്സ് പൊതുവെ കുറവാണ്. ഇതൊരു പ്രത്യേക കാറ്റഗറി ഫിലിമാണ്. ആ മൈൻഡോടുകൂടി നമ്മൾ ശരിക്കും കാണാൻ പോകുന്നത് സിനിമയല്ല, അത് വേറൊരു നമ്മളൊരു എന്റർടൈൻമെന്റ് ഫിലിം അല്ല, അത് മറ്റൊരു കാറ്റഗറി ഫിലിമാണ് കാണാൻ പോകുന്നത് എന്നുള്ള ഒരു മൈൻഡോടുകൂടി ഇരുന്ന് കാണുക. അതുകൊണ്ട് ഒരുവിധപ്പെട്ട പലർക്കും ഈ സിനിമ അങ്ങനെ അങ്ങ് ദഹിക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്രത്തോളം പൊക്കി, പിന്നെ നിങ്ങൾ പലരും ഇത് കണ്ടിട്ട് ഇത്ര നല്ല അഭിപ്രായം പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ പ്രത്യേകിച്ച് മേക്കിംഗ് ഡയലോഗാണ് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഫിലിം നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയും മനസ്സിലാക്കാനുണ്ട്, ഉറപ്പാണ്. ഇനിയും ഞാൻ കാണും, ഇനിയും മനസ്സിലാക്കാനുണ്ട്. ഇതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ എനിക്ക് കാണണമെന്നുണ്ട്. ഞാൻ ഇനിയും കാണും, മനസ്സിലാക്കും. തങ്കരാൻ ഈ അടുത്ത കാലത്ത് കുറെ തമിഴ് സിനിമകൾ കണ്ടതുകൊണ്ട് പറയാണ്, ആ കൂട്ടത്തിൽ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് ഈ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതേപോലെ ആ ഒരു കാറ്റഗറി ദഹിക്കാനുള്ള ഒരു പാട്, കുറച്ച് സിംബോളിക് കാര്യങ്ങളും ഈ മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ കുറച്ച് സംഭവങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ എത്ര നേരം, ഒരു 3 മണിക്കൂർ അടുപ്പിച്ച സിനിമയിൽ, അല്ലെങ്കിൽ ഒരു 158 മിനിറ്റ് ആണ് സിനിമയുടെ റണ്ണിങ് ടൈം. ഇത്രയും നേരം ഈ കോലത്തിലുള്ള കുറെ കഥാപാത്രങ്ങളെ നമ്മൾ കുറെ നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫീല്, നമുക്ക് ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആദിമ മനുഷ്യന്റെ കഥ കാണുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പുരാതനമായ ഒരു പ്രാചീന കഥ കാണുന്നു. ഈവൻ പഴശ്ശിരാജയെ പോലും എന്റർടൈൻമെന്റ് എലമെന്റ്സ് ഉണ്ട്. എത്ര പഴയ ഉറുമിയായാലും, നമ്മൾ പഴയ സിനിമകളിൽ പലതും, പാലയിൽ മാണിക്കുമായാലും എല്ലാത്തിലും ഉണ്ട്. ഇത് സിനിമാറ്റിക് എലമെന്റ്സ്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ആ കഥ മനസ്സിലാക്കി അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ലോകത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സന്തോഷിക്കാനും സുഖിക്കാനും മാസ് പാട്ടും അങ്ങനെയുള്ള പരിപാടികൾ, മാസ് ലെവൽ പരിപാടി അല്ലെങ്കിൽ സിനിമാറ്റിക് മസാല പരിപാടികളൊന്നും അതിന്റെ അകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് കുട്ടികൾ, ചില സ്ത്രീകൾ, ചില പ്രത്യേകതരം ഓഡിയൻസ്, അവർക്കൊന്നും ഇതങ്ങനെ ദഹിക്കാൻ ചാൻസ് ഇല്ല എന്നതുകൂടെ ഞാൻ പറഞ്ഞിരിക്കാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയാൽ സന്തോഷം. അപ്പോ ഗുഡ് ബൈ, അടുത്ത റിവ്യൂവിൽ കാണാം.